അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ ദൈവം നമുക്ക് ദാനമായി തന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പ്രഭാത വചനം കേൾക്കുന്ന എല്ലാവരെയും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. ജീവിതത്തിൽ പാളിച്ചകൾ വരാത്ത മനുഷ്യരാരുമില്ല. തെറ്റുകൾ ധാരാളം വന്നിട്ടുണ്ടെങ്കിലും ദൈവജനത്തിന് തെറ്റിൽ നിന്ന് ഒരു തിരിച്ചുവരവിനുള്ളതായ ഒരു സാവകാശം ദൈവം എപ്പോഴും അവരുടെ മുൻപിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. ദൈവസന്നിധിയിൽ നിലവിളിക്കുന്നവരെ കർത്താവ് കൈവിട്ടിട്ടില്ല, കൈവിട്ട ചരിത്രവുമില്ല. ദൈവത്തിൻ്റെ നാമത്തിൽ അനുതാപമുള്ള ഹൃദയങ്ങളെ ദൈവം മാനിക്കുന്നു എന്ന് അനേക ചരിത്രങ്ങളിൽ കൂടെ, അനുഭവങ്ങളിൽ കൂടെ, നമ്മുടെ ഓരോരുത്തരുടെയും അനുഭവത്തിൽ കൂടെയും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ്. ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് അതിന് ഉദാഹരണമായി ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിൽ നടന്ന വലിയൊരു ക്ഷാമത്തെക്കുറിച്ച് നമ്മോട് സംസാരിക്കുകയാണ്. യോവേൽ പ്രവചനം നാം സസൂക്ഷ്മം പഠിച്ചു നോക്കിയാൽ BC 835 മുതൽ 796 വരെ കാലയളവിൽ യഹൂദ ദേശം ഭരിച്ചിരുന്നതായ യോവാശ് രാജാവിൻ്റെ കാലത്ത് ജനങ്ങളുടെ അകൃത്യം ഹേതുവായി, പിന്മാറ്റം ഹേതുവായി, ദൈവഭയമില്ലായ്മ ഹേതുവായി, ദൈവത്തിലുള്ളതായ ആശ്രയമില്ലായ്മ ഹേതുവായി ദൈവത്തിന് ജനങ്ങളോട് വളരെയധികം കോപം ഉണ്ടായതായി ചരിത്രത്തിൽ നിന്നും നമുക്ക് വായിക്കുവാൻ കഴിയും. ജനങ്ങൾ അവരുടെ സമൃദ്ധിയിൽ ആശ്രയിച്ചു. അവരുടെ ബിസിനസ്സിൽ, അവരുടെ കൃഷിയിൽ, അവരുടെ പ്രൊജക്റ്റുകളിൽ, അവരുടെ വിദ്യാഭ്യാസത്തിൽ, അറിവിലും ജ്ഞാനത്തിലുമെല്ലാം അക്കാലത്ത് ഇസ്രായേൽ ജനം വളരെയധികം അഡ്വാൻസ്ഡ് ആയിട്ട് വന്നു. അങ്ങനെ ജനം ദൈവത്തെ വിട്ട് അല്പം പുറമോട്ട് മാറി അവരിൽ തന്നെ ആശ്രയിക്കുന്നവരായി. എന്നാൽ ദൈവം അവരെ സ്നേഹിക്കിയാൽ അങ്ങനെ അവരെ വിടുവാൻ തയ്യാറായില്ല. അവരെ തിരിച്ചു കൊണ്ടുവരണം. അതിനവരിൽ ഒരു അനുതാപത്തിൻ്റെ സന്ദേശം അയക്കണം. അതിനുവേണ്ടി ദൈവവും വളരെ ശ്രദ്ധയോടെ പ്രവർത്തിച്ചു. അങ്ങനെ ഒരു കൂട്ടം വെട്ടുക്കിളികളെ ആ ദേശത്ത് അയച്ചു. ആ വെട്ടുക്കിളികൾ നിമിഷ നേരം കൊണ്ട് ആ യഹൂദ ദേശത്തുണ്ടായിരുന്ന സകല കാർഷിക വിളവുകളും തിന്നു തീർത്തു. ഒരു പച്ചില പോലും അവിടെ ശേഷിപ്പിക്കാതെ സകല വൃക്ഷങ്ങളും ഊഷരഭൂമിയിൽ നിൽക്കുന്ന ഉണങ്ങിയ വൃക്ഷങ്ങൾ പോലെയാകുവാൻ സകല പച്ചിപ്പും നിമിഷ നേരം കൊണ്ട് തിന്നു തീർക്കുന്ന ഒരു വലിയ പടക്കൂട്ടത്തെ പോലെ വെട്ടുക്കിളിയെ ആ ദേശത്തേക്ക് ദൈവം കൽപ്പിച്ചാക്കി. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അങ്ങനെ കൃഷിവിളകൾ മുഴുവനും ഇല്ലാതായി തീർന്നപ്പോൾ ദേശത്ത് പട്ടിണിയും യാതനയും നിലവിളിയും ഉയർന്നു. ക്ഷാമം പെരുകി, മൂർച്ഛൻ്റെ അവസ്ഥയിൽ വന്നു, രക്ഷയില്ലാതെ വന്നു. അവർക്ക് മനസ്സിലായി എവിടെ നിന്നാണ് ഈ വെട്ടുക്കിളികൾ കൽപ്പനയാൽ അവരുടെ ദേശത്ത് വരുവാൻ ഇടയായതെന്ന് അവർക്ക് വ്യക്തമായി മനസ്സിലായി. ദൈവം അവരുടെ മേൽ അയച്ചതായ ശിക്ഷയാണെന്ന് അനേക ദൈവദാസന്മാരും പ്രവാചകന്മാരും അവർക്ക് ബുദ്ധിയുപദേശങ്ങൾ കൊടുത്തു. ആ സമയത്താണ് യോവേൽ തൻ്റെ പ്രവചനം എഴുതുന്നത്. ദൈവത്തിന് മഹത്വം. 2-ാം അധ്യായം, യോവേൽ പ്രവചനം 2-ാം അധ്യായം 18-ാം വാക്യത്തിൽ അത് ഇങ്ങനെ അവിടെ വായിക്കുന്നു: ദൈവം തൻ്റെ ജനത്തെ ആദരിച്ചു. അതിൻ്റെ 2-ാം അധ്യായം 18-ാം വാക്യത്തിൽ, അങ്ങനെ യഹോവ തൻ്റെ ദേശത്തിന് വേണ്ടി തീഷ്ണത കാണിച്ചു, തൻ്റെ ജനത്തെ ആദരിച്ചു. ആ ജനം ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കി, വലിയവനും ചെറിയവനും ദരിദ്രനും സമ്പന്നനും എല്ലാവരും ഒരുപോലെ ക്ഷാമത്താൽ വലഞ്ഞ സമയം അവരെല്ലാവരും കൂടെ ഒത്തുചേർന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് മടങ്ങി വരാം എന്നുള്ളതായ ഒരു മടങ്ങി വരവിൻ്റെ ധ്വനി ആ ദേശത്ത് മുഴങ്ങുകയുണ്ടായി. ദൈവം ആ സമയത്തൊക്കെയും അവരുടെ തീഷ്ണത എത്രത്തോളം ദൈവത്തെ അന്വേഷിക്കുവാനുണ്ടെന്ന് അവരെ നോക്കിക്കൊണ്ടിരുന്നു. വാസ്തവമായി അവരുടെ ഹൃദയം തുറന്ന് ദൈവത്തെ ആരാധിച്ചപ്പോൾ, ദൈവത്തിൻ്റെ സന്നിധിയിൽ അവർ നിലവിളിച്ചപ്പോൾ ദൈവം അവരോട് പ്രവാചകൻ മുഖാന്തരം സംസാരിച്ചതാണ്. അങ്ങനെ യഹോവ തൻ്റെ ദേശത്തിന് വേണ്ടി തീഷ്ണത കാണിച്ചു, തൻ്റെ ജനത്തെ ആദരിച്ചു. അങ്ങനെ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായി തന്നിരിക്കുന്നതായ വചനം, ആ ജനത്തോട് പ്രവാചകൻ മുഖാന്തരം ദൈവം സംസാരിച്ച ആ വചനം, അതിൻ്റെ 25-ാം വാക്യം: ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എൻ്റെ മഹാസൈന്യമായ വെട്ടുക്കിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴുവും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം തരും. ദൈവത്തിന് സ്തോത്രം.
പകരം കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് അതിൻ്റെ അടുത്ത വാക്യത്തിൽ കൊടുത്തിരിക്കുന്നു. നിങ്ങൾ വേണ്ടുവോളം തിന്ന് തൃപ്തരായി നിങ്ങളോട് അത്ഭുതമായി പ്രവർത്തിച്ചിരിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ സ്തുതിക്കും. എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. മനുഷ്യൻ്റെ ഉള്ളിൽ യഥാർത്ഥമായി ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാനുള്ള ഒരു പശ്ചാത്താപ ഹൃദയമുണ്ടാകുമ്പോൾ അവർ ചെയ്തതായ കുറ്റങ്ങളെല്ലാം ദൈവം അവരോട് ക്ഷമിച്ച് നഷ്ടങ്ങൾ ദൈവം നികത്തി കൊടുക്കുന്നു. എന്തെല്ലാം അവർക്ക് നഷ്ടമായോ, കൃഷിഫലങ്ങൾ, സമ്പത്ത്, കന്നുകാലികൾ, ജീവജാലങ്ങൾ, വളർത്തുമൃഗങ്ങൾ, ഓരോന്നും എന്തെല്ലാം അവർക്ക് നഷ്ടമായോ അതെല്ലാം ദൈവം തിരികെ കൊടുത്തിട്ട് അവരോട് പറയാണ്, അല്പമല്ല അളന്നല്ല കൊടുത്തത്, നിങ്ങൾ വേണ്ടുവോളം ഭക്ഷിച്ച്. ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരുന്നതായ വാഗ്ദത്തം നിങ്ങൾ അല്പമായി ഭക്ഷിക്കുമെന്നല്ല, വേണ്ടുവോളം. ദൈവം തരുമ്പോൾ അങ്ങനെയാണ്, മനസ്സുപോലെ ഭക്ഷിക്കുവാൻ, വയറ് നിറച്ച് വേണ്ടുവോളം ഭക്ഷിച്ച് യഹോവയുടെ നാമത്തെ കീർത്തിക്കും. എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. ദൈവം ഏറ്റുപറയുകയാണ്, അവരെ ഞാൻ ശിക്ഷിച്ചുവെങ്കിലും അവർ മനസ്താപപ്പെട്ടപ്പോൾ, നിലവിളിച്ചപ്പോൾ ഞാൻ അവരെ എൻ്റെ ജനമായി വീണ്ടും അംഗീകരിച്ചു. ദൈവത്തിൻ്റെ ജനത്തിനു വേണ്ടി ദൈവം എപ്പോഴും തീഷ്ണത കാണിക്കുന്ന ദൈവമാണ്. അവരുടെ നടപ്പും ഇരിപ്പും പോക്കും സംസാരവും എല്ലാം സ്വർഗത്തിൽ നിന്ന് വീക്ഷിച്ചു കൊണ്ടിരിക്കും. അവർ നിരന്തരമായി ദൈവത്തോട് പിന്മാറിപ്പോകുന്നതാ, ദൈവത്തെ മറന്നു കളയുന്നതായ ഒരു സ്വഭാവത്തിന് അടിമയായി തീരുമ്പോൾ ദൈവം കോപിച്ച് അവരുടെ മുൻപിൽ പല പ്രതിസന്ധികളെ കൊണ്ടുവരും. എന്നാൽ ആ പ്രതിസന്ധികളിൽ വീണുപോകാതെ, തളർന്നു പോകാതെ, അവരിൽ മനസ്താപമുള്ളൊരു ഹൃദയം അവരിൽ പ്രാവർത്തികമാകുന്നുണ്ടെങ്കിൽ ദൈവം അത്ഭുതകരമായി അവരുടെ ഇടയിൽ വീണ്ടും മഹത്വപ്പെടുവാൻ ദൈവത്തിന് മനസ്സുണ്ട് എന്നുള്ളതാണ് സത്യം. നമ്മുടെ ദൈവം മനസ്താപപ്പെടുന്നവരുടെ ഹൃദയം കാണുമ്പോൾ ദൈവം മനസ്സലിയുന്നു. യേശു കണ്ണുനീർ വാർത്തു എന്ന് തിരുവചനത്തിൽ നമ്മൾ വായിക്കാൻ കഴിയും. ചില മനുഷ്യരുടെ കഷ്ടത കാണുമ്പോൾ ദൈവം കരഞ്ഞു പോകുന്നതായ അനുഭവം. മനുഷ്യൻ കഷ്ടതയിൽ ദൈവത്തോട് അടുക്കുമ്പോൾ ദൈവം സങ്കടപ്പെടുന്നു. അവർക്ക് വേണ്ടി ദൈവം തീഷ്ണത കാണിക്കുന്നു. അവർക്ക് എന്തെല്ലാം നഷ്ടപ്പെട്ടുവോ അതൊക്കെയും തിരിച്ചു കൊടുക്കുവാൻ സർവശക്തനായ ദൈവം ഉത്തരവിടുന്നു. വെട്ടുക്കിളിയെ എങ്ങനെ കൽപ്പിച്ചാക്കിയോ, തുള്ളനെയും പച്ചപ്പുഴുവിനെയും അവരുടെ കൃഷിഫലങ്ങളിലും അവരുടെ സമ്പാദ്യങ്ങളിലും നശീകരണത്തിനായി എങ്ങനെ അയച്ചോ, അതിലൊക്കെ അതിൻ്റെ ഇരട്ടിയായി അവരുടെ മേൽ സമൃദ്ധിയായി നിങ്ങൾ വേണ്ടുവോളം ഭക്ഷിച്ച്, അല്പമല്ല വേണ്ടുവോളം നിങ്ങൾ ഭക്ഷിച്ച് ദൈവമായ യഹോവയുടെ നാമത്തെ സ്തുതിക്കും. എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. നിങ്ങളുടെ ജീവിതത്തിൽ തോൽവികളും പരാജയങ്ങളും അനേകവിധമായിട്ടുള്ള കുറവുകളും പിന്മാറ്റങ്ങളും ഒക്കെ നമുക്ക് വന്നിട്ടുണ്ടാകാം. നാം മനുഷ്യരാണെന്ന് ദൈവം അറിയുന്നു. നമ്മുടെ ഹൃദയങ്ങളെ ദൈവം ശോധന ചെയ്യുന്നു. എന്നാൽ മനസ്താപമുള്ള ഒരു ഹൃദയം, അനുതാപമുള്ള ഒരു മനസ്സ്, ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വരുവാനുള്ളതായ ഒരു മനസ്സ്, നാശത്തെയും നഷ്ടങ്ങളെയും അനർത്ഥങ്ങളെയും കണ്ട് ദൈവത്തിൻ്റെ ശിക്ഷ ഏതെന്നും ദൈവത്തിൻ്റെ ഉപദേശം ഏതെന്നും ദൈവത്തിൻ്റെ താക്കീതുകൾ ഏതെന്നും ഒക്കെ തിരിച്ചറിഞ്ഞ് അവങ്കിലേക്ക് നാം കണ്ണുനീരൊഴുക്കി മടങ്ങി വരുമ്പോൾ അവൻ നമ്മുടെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്തുന്നു. നഷ്ടപ്പെട്ടു പോയതൊക്കെ യോബിന് തിരികെ കൊടുത്തതുപോലെ നമുക്കും തിരികെ തരുവാൻ. പ്രിയപ്പെട്ട ദൈവ പൈതലേ, നിൻ്റെ ജീവിതത്തിലുള്ള നഷ്ടങ്ങളെക്കുറിച്ച് നീ പരിതാപപ്പെടുന്നവനാണ്. നഷ്ടപ്പെട്ടു പോയ സമ്പത്തിനെക്കുറിച്ച് അല്ലെങ്കിൽ അനേക ഫലങ്ങളെക്കുറിച്ച് നിനക്ക് അവകാശമായി വരേണ്ടിയിരുന്നതായ അനേക അവകാശങ്ങൾ നിനക്ക് നഷ്ടമായി പോയതിൽ നീ ഖേദിക്കുന്നുവോ, നീ ദുഃഖിക്കുന്നുവോ, സങ്കടപ്പെടുന്നുവോ? ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയാണ്, നിനക്ക് നഷ്ടപ്പെട്ടതൊക്കെ ഞാൻ തിരിച്ചു തരും. നീ വേണ്ടുവോളം ഭക്ഷിച്ച് എൻ്റെ നാമത്തെ കീർത്തിക്കും. എൻ്റെ ജനം ഒരു നാളും നശിച്ചു പോകുകയില്ല. ഗോഡ് ബ്ലെസ് യു.